പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ, ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മൾ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു മർമ്മത്തെ കയറി നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഭാരങ്ങൾ അല്ലെങ്കിൽ ഉത്കണ്ഠകളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇടയിൽ പറഞ്ഞു പോയതുപോലെ നമ്മൾ ഈ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് കുറേ ആത്മീയ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈ ലോകത്ത് ജീവിക്കുന്നതല്ല. ആത്മീയ കർമ്മങ്ങൾ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിൽ വരും. പക്ഷേ ആത്മീയ കർമ്മവും ആത്മീയ ജീവിതവും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതം നമ്മൾ നയിക്കണം. കാരണം നമ്മളെല്ലാം ആത്മീയരാണ്. രണ്ട്, എന്താണ് ആത്മാവ്? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം തന്നത്? ആത്മാവ് ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം നശ്വരമായ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും ചില കുറവുകളും പ്രതിസന്ധികളൊക്കെ ദൈവം അനുവദിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ദാറ്റ് വി ആർ നോട്ട് ക്രിയേറ്റഡ് ഫോർ ദിസ് വേൾഡ്. അപ്പോൾ C.S. ലൂയിസ് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസംതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് ആരുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ദാറ്റ് ഷോസ് വി ആർ നോട്ട് ക്രിയേറ്റഡ് ഫോർ ദിസ് വേൾഡ് ബട്ട് ഫോർ അനദർ വേൾഡ്. അപ്പം അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തു നമ്മൾ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. അല്ലാണ്ട് യേശു എന്ന് പറഞ്ഞിട്ട് വെറുതെ കുറേ വചനം വായിച്ച് പോകുന്നല്ലേ. യേശുവിൻ്റെ വ്യക്തിത്വത്തെ, യേശുവിൻ്റെ ജീവിതത്തെ, ജീവിത ശൈലികൾ, ഇതെല്ലാം നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ കുറച്ച് വചനം വായിച്ച് പഠിച്ച് കുറേ വചനമൊക്കെ പ്രഘോഷിച്ചാണ് നമ്മൾ യേശുവുമായിട്ട് ഐക്യപ്പെടത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഒരിക്കലും നശ്വരമായതിൽ നമ്മുടെ ഹൃദയം കൊണ്ടുപോയി വെക്കരുത്. അതിൽ നമ്മുടെ ശ്രദ്ധ പതിയരുത്. കാരണം നമ്മൾ അനശ്വരമായ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചിന്തകൾ, വിചാരങ്ങളൊക്കെ ഈ ലോകത്തിലെ കുറേ കാര്യങ്ങളെ കൊണ്ട് ഉടക്കി കിടക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. ഇതിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. ഇതൊരു അടിസ്ഥാന പാപമാണ്. ഇതാണ് ആദ്യ പാപത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. ദ്രവ്യ ആസക്തി. സൃഷ്ടവസ്തുക്കളെ അവൻ സ്നേഹിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, അവനെ ഭ്രമിക്കാൻ തുടങ്ങി, സൃഷ്ടവസ്തുക്കളിൽ അവൻ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി. ഇതാണ് ആ പഴമെന്ന് പറയുന്നത്. ഇതൊരു പാപ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിനാണ് യേശു ക്രിസ്തു വന്നത്. ഓക്കെ, അതാണ് ബന്ധിതർക്ക് മോചനമാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം നൽകാൻ വന്നിരിക്കുകയാണ്, ജൂബിലി ഇയർ. അപ്പം അതുകൊണ്ട് എന്താണ് ഈ ബന്ധനത്തിനുള്ള മോചനം? എന്താണ് അടിസ്ഥാന ബന്ധനം? എന്താണ്? ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ബന്ധനം. നമ്മുടെ ത്രിവിധ പാപ അവസ്ഥ നമ്മൾ പറയുന്നുണ്ടല്ലേ. കണ്ണിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ ത്രിവിധ പാപ ആസക്തികളിൽ നിന്നുള്ള മോചനത്തിന് പറയുന്ന പേരാണ് ബന്ധിതർക്ക് മോചനം. ഓക്കെ, അല്ലാതെ ബാക്കി ഇപ്പം ഞാൻ വ്യഭിചാരം ചെയ്യുന്നത്, കൊലപാതകം ചെയ്യുന്നതല്ല, മോഷ്ടിക്കുന്നത്, ഇതൊക്കെ ഈ ബന്ധനത്തിൻ്റെ ഘടകങ്ങൾ. ഇതിൽ നിന്ന് മോചിതനായി കഴിഞ്ഞാൽ പിന്നെ നിന്നെ അത് കയറി പിടിക്കത്തില്ല. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ അടിമത്തത്തിൽ കിടക്കുന്ന നമ്മൾ ഈ പാപത്തിന് മോചനം ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിയും. നമുക്ക് അതിന് പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ മേൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അപ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പണം നമ്മൾ കാണേണ്ട, പണം നമുക്ക് വേണ്ടെന്നല്ല പറയണത്. നമുക്ക് വേണ്ടതിൽ കൂടുതൽ സമ്പത്ത് ദൈവം നമുക്ക് തരും. വേണ്ടതിൽ കൂടുതൽ. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹങ്ങളെ നോക്കുക. ദേ ആർ വെരി റിച്ച്, വെരി റിച്ച്. എത്ര സ്ഥലങ്ങൾ, എത്ര പ്രസ്ഥാനങ്ങൾ, എന്തെല്ലാം സ്ഥലങ്ങൾ, എന്തോരം മക്കൾ അതിൻ്റെ അത് ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാരണം എന്താ? ഡിറ്റാച്ച്മെൻറ്റ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് സന്യസ്തരെ മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഘടകമല്ല. ഇത് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. സന്യസ്തരെ സംബന്ധിച്ച് അത് വ്രതമായിട്ടെടുക്കുകയാണ്. അതുകൊണ്ട് അത് പരിപൂർണ്ണ ഒരു ദാരിദ്ര്യത്തിലേക്കാണ്. നമ്മളെ സംബന്ധിച്ച് അത് വ്രതമല്ല. പക്ഷേ നമുക്കും അതേ ഡിറ്റാച്ച്മെൻറ്റ് വേണം. നമ്മുടെ ആത്മാവ് ഒരു സാധനത്തിൽ ബന്ധനസ്ഥരായിക്കണം. ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അസ്വസ്ഥനാകും, നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു, ആകുലപ്പെടുന്നു. ഇതിനൊന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മളിപ്പോഴും ഈ സാധനത്തിൻ്റെ അടിമയാണ്
എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്നു, ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടണ്ട. എൻ്റെ അപ്പം പറയുന്ന വാക്കാണ്. വിശ്വാസമുണ്ടോ? ഇല്ല. ഇല്ല. വയലിലെ ലില്ലികളെ നോക്ക്, ആകാശത്തെ പറവകളെ നോക്ക്, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അവയൊക്കെ ഞാൻ എത്ര ഭംഗിയായിട്ട് പരിപാലിക്കുന്നു. അപ്പം നമ്മളെ ദൈവം പരിപാലിച്ചോളും. നമുക്കിവിടെ സമ്പത്ത് ആവശ്യമുണ്ട്, സമൃദ്ധമായിട്ട് ആവശ്യമുണ്ട്, ആവശ്യത്തിനധികം ദൈവം തരും. പക്ഷേ ഇന്ന് നമ്മുടെ പ്രശ്നം എന്താണ്? നമുക്ക് സമ്പത്തില്ല. രണ്ട് സമ്പത്തില്ലാതെ മാത്രമല്ല, സമ്പത്തുണ്ടെങ്കിലും മറ്റ് പല ഘടകങ്ങളൊന്നും നമുക്ക് മോചനമില്ല. പലവിധ പ്രശ്നങ്ങൾ നമ്മൾ കുട്ടിക്കിടക്കണം. ഇവിടെ നമുക്ക് വിടുതൽ കിട്ടിയാൽ നമ്മുടെ ഒരു 80, 60, 70% പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഒരു വചനം, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. റോമാലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. നമുക്ക് ഈ പാപത്തിലുള്ള മോചനം കിട്ടും, നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടണം. അവിടെയാണ്, ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ഓക്കെ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നിയമത്തിലുള്ള സ്വതന്ത്രമാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ യേശുവിനോട് ഐക്യപ്പെടണം. യേശുവിനോട് ഐക്യപ്പെടുന്നതെന്ന് പറയുന്നതിൻ്റെ കാര്യം നമ്മൾ വചനമനുസരിച്ച് ജീവിക്കണം. സ്നേഹത്തിൽ നമ്മൾ പൂർണ്ണമാണെങ്കിൽ നമ്മുടെ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തണം. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ ദാരിദ്ര്യം. ആത്മീയ ജീവിതം, യേശുവിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതങ്ങളും അവരുടെ ജീവിതങ്ങൾ യേശുവിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ ജീവിതങ്ങളും കാലിത്തൊഴുത്തിൽ പിറക്കുക എന്ന പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, അവിടെയാണ് പരമദരിദ്രനായ യേശു ജനിക്കുകയാണ്. യേശുവിനെ സംബന്ധിച്ച് കാലിത്തൊഴുത്ത് സമ്പത്തിൻ്റെ അഭാവമല്ല, നമ്മൾ മനസ്സിലാക്കണം. അത് താൻ അർപ്പിക്കാൻ പോകുന്ന തൻ്റെ ബലി ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ തൻ്റെ ദൗത്യത്തിൻ്റെ, തൻ്റെ ജീവിത പൂർണ്ണതയിലേക്കുള്ള വഴിയുടെ അവശ്യ ഘടകമായിരുന്നു. ഓക്കെ, ദാരിദ്ര്യം. അല്ലാതെ അത് യേശുവിന് സമ്പത്ത് കിട്ടാഞ്ഞിട്ടല്ല, ദൈവത്തിന് എന്തിൻ്റെ കുറവാണ്. നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കൽ പത്രോസ്ലിയ ചോദിക്കുന്നുണ്ട്, ടാക്സ് അടിക്കാൻ പൈസയില്ല, അപ്പം നീ എന്ത് ചെയ്യണം? നീ പോയിട്ട് ഒരു ചൂണ്ടയിടുന്ന മീനിൻ്റെ വായിക്കകത്ത് നിനക്ക് വേണ്ട സ്വർണ്ണ നാണയമുണ്ട്. യേശുവിന് സമ്പത്ത് കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ യേശു ദാരിദ്ര്യത്തെ സ്വീകരിക്കുക. അതുകൊണ്ട് ഫിലിപ്പിയർ 2:6 പറയുന്നത്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത ഉപേക്ഷിച്ച് ദരിദ്രനായിത്തീർന്നു, മനുഷ്യരായിത്തീർന്നു. അല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അപ്പം ഈ കാലിത്തൊഴുത്തിലൂടെ നമ്മൾ കാലിത്തൊഴുത്തിൽ പിറക്കുക എന്ന പ്രക്രിയ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ട ഒരു ആവശ്യം. അതിനാണ് കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളൊക്കെ തരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 കെട്ടുബന്ധനങ്ങളാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ പല കാര്യങ്ങളും നടക്കുന്നില്ല. പല രോഗങ്ങൾ സുഖപ്പെടുന്നില്ല, ബിസിനസ്സിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല, കടങ്ങൾ മാറുന്നില്ല, കല്യാണം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല. ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ നമ്മൾ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ എന്ത് വേണം? അപ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ കുടുംബത്തിൽ നോക്കുക, നിന്റെ വീട്ടിൽ സമ്പത്തുണ്ടോ? മക്കെദോനിയ സഭയിൽ പൗലോസ്ലിയ പറഞ്ഞതുപോലെ അവർക്ക് ആ കൃപ, നമ്മുടെ കൃപയുടെ അഭാവമാണ്. സമ്പത്തിൻ്റെ സൗകര്യങ്ങളുണ്ട്, പക്ഷേ ദ ഗ്രേസ് ഇസ് മിസ്സിങ്. ഈ കൃപ കിട്ടാൻ എന്ത് ചെയ്യണം? നിന്റെ കയ്യിലുള്ള സമ്പത്ത് നീ കൊടുക്കണം. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. വലിയ ക്ഷാമം, ഏലിയ പ്രവാചകന്റെ കാലഘട്ടമാണ്. വലിയ ക്ഷാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏലിയായ്ക്ക് വെള്ളവും ഇറച്ചിയും കൊടുത്തിരുന്ന ഒരു കാക്കയുടെ ചുണ്ടിലാണ് ദൈവം ഏലിയായ്ക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ആ വെള്ളം കിട്ടുന്ന ഉറവ പറ്റിപ്പോയി. അപ്പോൾ ഏലിയ പറയും, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ കർത്താവ്, നീ പേടിക്കണ്ട, സറേഫത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിനക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുടെ ഒരു വിധവേനെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ അവിടെ നിന്റെ കാര്യങ്ങൾ നടന്നോളൂ. അങ്ങനെ ഏലിയ നടന്ന് ഈ സറേഫത്തിലെ വിധവയുടെ അടുത്തില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ, ആ വിധവയ്ക്കൊരു മകനുണ്ട്. അവർ 2 പേരും കൂടി ഭയങ്കര പട്ടിണിയാണ്, 3 വർഷത്തെ കൊടിയ വരൾച്ചയാണ്. അപ്പോൾ അവസാനം അവരുടെ കയ്യിലെല്ലാം തീർന്നു. അവരെ അപ്പം കുഴയ്ക്കുന്ന കലത്തിലൊരു ഇത്തിരി മാവുണ്ട്. ആ മാവ് കൊണ്ട് ഇന്നത്തോട് ഭക്ഷണം കഴിച്ച് നാളത്തേക്ക് മാവില്ല. അങ്ങനെ മാവില്ലാതെ നിൽക്കുന്ന സമയത്ത് ഏലിയ അവിടെ ചെല്ലുകയാണ്. ഏലിയ ആകെ ദാഹിച്ച് പരവശനായിട്ട് ചെല്ലുമ്പോൾ ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്കൊരു ഇത്തിരി വെള്ളം വേണം, പിന്നെ പറയാണ് ഒരു അപ്പം കൂടി വേണം. അപ്പോൾ ആ സ്ത്രീ പറയാണ്, അല്ലയോ ദൈവപുരുഷ, എനിക്കും എൻ്റെ കുഞ്ഞിനും മാത്രമുള്ളതുള്ളൂ, ഇത് കൂടി കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഇത്ര ഉണ്ടാക്കാൻ പോകുന്നത് കഴിച്ച് നാളെ ഞങ്ങൾ മരിക്കാൻ പോവാണ്, കാരണം നാളെ ഞങ്ങൾക്ക് അപ്പമില്ല. അവിടെ ഏലിയ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറയണത്?
ആ മാവിൽ നിന്ന് ഒരെണ്ണം ആദ്യം എനിക്കുണ്ടാക്കി താ. അല്ലേ? ഇതാണ് നമ്മൾ പങ്കുവയ്ക്കുക എന്നത്. നമുക്കെല്ലാം ഉണ്ടാകേണ്ട കാര്യം, എല്ലാം ഉണ്ടായിട്ടല്ല കൊടുക്കും, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുകയാണ്. അവരുടെ കയ്യിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവർ പങ്കുവയ്ക്കുകയാണ്, ദൈവപുരുഷനുമായിട്ട് പങ്കുവയ്ക്കും. അപ്പോൾ ഇതിലൊരു കാര്യമാണ്, അത് കൊണ്ടുവന്നോ, ഇനി മേലാൽ നിങ്ങളുടെ കലത്തിലെ മാവ് പറ്റില്ല. അതാണ് ദൈവം തരുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സമ്പത്ത് നമ്മളിങ്ങനെ കൂട്ടിവെക്കുന്നതിലല്ല, നമ്മൾക്ക് ഉള്ളത് നമ്മൾ പങ്കുവെക്കുമ്പോൾ അവിടെ എന്താണ് അവർക്ക് കൃപ വരികയാണ്. ഈ കൃപ അവരുടെ ലാപ്പാടെ 2 അപ്പത്തിലുള്ള മാവേ ഉള്ളൂ, അത് അവരുടെ സമ്പത്താണ്, അവരുടെ സാധനം, അതവർ കൊടുക്കാൻ പങ്കുവെക്കാൻ തയ്യാറായി. അതിനാണ് വിശ്വാസം വേണ്ടത്. ഓക്കെ, നമുക്കുള്ളത് പങ്കുവെക്കാനുള്ള വിശ്വാസം. ദൈവത്തിൻ്റെ വേലയ്ക്കും ദൈവപുരുഷന്മാർക്ക് പാവപ്പെട്ടവർ പങ്കുവെക്കാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് കൃപ കടന്നു വരുന്നത്. ആ കൃപയുടെ ഫലം എന്താ? ആ ഒരു കാലത്ത് നിന്റെ മാവ് പറ്റിപ്പോയില്ല, അവരുടെ ജീവിതത്തിൽ പിന്നെ പട്ടിണി ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഇത് നമ്മൾ പങ്കുവെക്കാൻ തയ്യാറാണ്. ഇതിനാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ആ വിധവയെ സംബന്ധിച്ച് മാവാണ് അവർക്ക് ആപ്പാടുള്ള സമ്പത്ത്, വേറെ ഒന്നുമില്ല. കാരണം എല്ലാം കൊടുത്ത് അരിയും മാവൊക്കെ മേടിച്ച് തീർന്ന് ഇനി ഒന്നുമില്ല. പാകപ്പാടെ ഉള്ളതിൽ നിന്ന് അവർ കൊടുക്കാൻ തയ്യാറായി. പിന്നീട് അവരുടെ മാവ് കുഴയ്ക്കുന്ന കല ഒരിക്കലും പറ്റിയില്ലെന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില കൃപ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കി. ഇത് തന്നെയാണ് നമ്മൾ വിധവയുടെ കാണിക്കയായിട്ട് നമ്മൾ കാണും. ഈ കുറേ വിധവകൾ ബൈബിളിലുണ്ട് കേട്ടോ, നമ്മൾ പഠിക്കേണ്ടവരാണ്. അപ്പം അവർ ദൈവത്തിൽ എത്രമാത്രം ആശ്രയിച്ചിരുന്നു. നമ്മൾക്കിപ്പോൾ ആശ്രയം എന്താ? നമ്മുടെ ആശ്രയം ഇപ്പോൾ എപ്പോഴും ഡെപ്പോസിറ്റുകളും നമ്മുടെ സ്വർണത്തിലും കൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കുക. എന്നിട്ട് ദൈവം എന്തായാലും അനുഗ്രഹിക്കാതെ, അങ്ങനെ ദൈവം അനുഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ദാരിദ്ര്യം എന്ന ഒരു പുണ്യമാണ്, ആ പുണ്യം നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളൊരു കാര്യം മനസ്സിലായി, യേശു ക്രിസ്തു വളരെ കൃത്യമാണ്, സമ്പത്ത് മൂലമല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത്. വളരെ കൃത്യമാണ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇത് വലിയൊരു ആത്മീയ സത്യമാണ്. ഇതിൻ്റെ ഘടകവിപരീതമാണ് സാത്താൻ മനുഷ്യകുലത്തെ വഞ്ചിച്ചത്. പറയാണ് ഈ സമ്പത്ത്, പ്രകൃതിയിലുള്ള സമ്പത്തും സാമ്പത്തികമായ കാര്യങ്ങൾ, സമ്പത്തിനോട് ചേർന്നിട്ടുള്ള സമ്പത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, അധികാരം, പിന്നെ സുഖസന്തോഷങ്ങൾ, ഇതെല്ലാം സമ്പത്തിൻ്റെ ഘടകങ്ങളാണ്. ഇതെല്ലാം സ്വന്തമാക്കുന്നത് വഴിയാണ്, ഇതെല്ലാം നിനക്ക് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നിന്റെ ജീവിതം ധന്യമാകുമെന്നാണ് സാത്താൻ പറയുന്നത്. മനസ്സിലായി? ഇതിൻ്റെ പുറകെ നീ ഇറങ്ങിയോ നിനക്കിത് കിട്ടത്തുമില്ല. 2, നിന്റെ ആത്മാവ് നശിച്ചു പോകും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെയാണ് യേശു വളരെ കൃത്യമായിട്ട് പറയുകയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാണ്. ഇത് അടിവരയിടണം, ഇത് നമ്മുടെ ആത്മാവിൽ കയറണം, അല്ലാതെ നമുക്ക് രക്ഷയില്ല. കാരണം ഇന്നെല്ലാ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. നമ്മളിത് പോയ സാധനം കിട്ടാൻ വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ പുറകെ ഓടി നടക്കുക. യേശു ക്രിസ്തു തരും, പക്ഷെ ആദ്യം നിനക്ക് ഇതിനുള്ള ആസക്തി, ഇതിനോടുള്ള ബന്ധനം, ഇതിനുള്ള അടിമത്തത്തിൽ നീ മോചിക്കപ്പെടാൻ തയ്യാറാവണം. അപ്പോൾ അവിടെയാണ് യേശു കാലിത്തൊഴുത്തിൽ പിറക്കുന്നത്. അപ്പോൾ അവിടെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ സംതൃപ്തി എന്ന് പറയുന്നത് നാം സ്വന്തമാക്കുന്നത് ബാഹ്യമായി ലോകത്തിലെ കാര്യങ്ങൾ സമ്പാദിക്കുന്ന വഴിയല്ല സംതൃപ്തി ഉണ്ടാകുന്നത്. പ്രത്യേകം നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലാണ് സംതൃപ്തി വരേണ്ടത്. ഓക്കെ, അപ്പം നമ്മളെ വിളി എന്ന് പറയുന്നത് മത്തായി 5:48 എന്താണ്? നിന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ, പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരാകണം, പരിശുദ്ധരാകണം. ഇതാണ് നമ്മുടെ വിളി. അപ്പം ഈ പരിശുദ്ധിയിലേക്ക് വരാനായിട്ടുള്ള വഴി എന്താണ്? ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. ഈശോ സർവ്വസമ്പത്ത് ഉപേക്ഷിച്ച് ദരിദ്രരായി തീരുകയാണ്. ഈ പുൽക്കൂട്ടിലൂടെ കാലിത്തൊഴുത്തിൽ നമ്മൾ പിറക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം വരണം. കാരണം എന്താണ്? അതാണ് ഈ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ഈ ഭാഗ്യം നമുക്കും, അവർ സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പൊ ഈ ആത്മീയ ദാരിദ്ര്യം എത്താത്തൊരു വ്യക്തിക്ക് ഒരിക്കലും നമുക്ക് സ്വർഗീയ സൗഭാഗ്യങ്ങൾ യേശുക്രിസ്തു വാഗ്ദാനം ചെയ്ത ആ ജീവന്റെ സമൃദ്ധി, അവന്റെ ദൈവിക ജീവനുള്ള ഭാഗഭാഗത്ത് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് ആത്മീയ രഹസ്യത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ബന്ധനത്തിൽ നമ്മൾ മോചിക്കുക. ഇതൊരു ബന്ധനമാണ്. അപ്പോൾ കാലിത്തൊഴുത്തിൽ പിറക്കുക എന്ന പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകേ പറ്റും. അവിടെയാണ് യേശുവിനോട് ഐക്യപ്പെടുക. ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നതിന് ശിക്ഷാവിധിയില്ല എന്ന് നമ്മൾ പലവിധ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ഈ അവസ്ഥയിലേക്ക് വന്നേ പറ്റൂ. അപ്പോൾ ശിക്ഷാവിധി ഐക്യപ്പെടണം. ഒന്ന്, ദാരിദ്ര്യത്തിൽ യേശുവിനോട് നമ്മൾ ഐക്യപ്പെടണം. കാലിത്തൊഴുത്തിലെ
നമ്മൾ പിറക്കേണ്ട അവസ്ഥ, ആ അവസ്ഥയിൽ നമ്മൾ എത്തണം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു വെറും സമ്പത്തില്ലാതെ തുണിയില്ലാതെ ദരിദ്രനായി പിറന്നു മാത്രമല്ല, യേശു കാലിത്തൊഴുത് അയക്കപ്പെടുക എന്നത് ഈശോ കാലിത്തൊഴുത് കേവലം സമ്പത്തിൻ്റെ അഭാവമായിരുന്നില്ല, അത് യേശുവിൻ്റെ ബലി ജീവിതത്തിൻ്റെ അവശ്യ ഘടകം തന്നെയായിരുന്നു. അത് അത്യാവശ്യമാണ്. ഈ ആത്മീയ പൂർണ്ണത വരിക്കാനായിട്ട്, നമുക്ക് പരിശുദ്ധി പ്രാപിക്കാനായിട്ട് ഈ കാലിത്തൊഴുത്തിൽ പിറക്കുക എന്ന, അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥ, എനിക്കൊന്നുമില്ല, ഞാനൊന്നുമല്ല, ഈ അവസ്ഥ നമ്മളിൽ എത്തണം. എന്താണ് ഈ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നുമില്ല. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മളൊക്കെ എന്തൊക്കെയോ ആണ്. അങ്ങനെ ആയിരിക്കുന്ന നമ്മൾക്ക് സാമ്പത്തികമായ ഒരു തകർച്ചയുണ്ടായി, അല്ലെങ്കിൽ ഒരു ഞെരുക്കമുണ്ടായി. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉടനെ നമ്മൾ കടം വാങ്ങുന്നു, നമ്മൾ ലോൺ എടുക്കുന്നു, അത് ചെയ്യുന്നു. ഇതൊരവസ്ഥ ദൈവം അനുവദിച്ചത് എന്തിനാണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തകർച്ചകളും ചില പരാജയങ്ങളും ചില നഷ്ടങ്ങളൊക്കെ തമ്പുരാൻ അനുവദിക്കും. അത് അനുവദിക്കുന്നത് എന്തിനാണ്? നമ്മൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാനുള്ള ഏറ്റവും മനോഹരമായൊരു വഴിയാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആത്മാവിൽ യേശുവുമായിട്ട് ഐക്യപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയിലൊന്നാണ്, സമ്പത്തിനേക്കാൾ കൂടുതൽ എളുപ്പം ദാരിദ്ര്യമാണ്. കൊട്ടാരത്തേക്കാൾ നമുക്ക് എളുപ്പം കുടിലിൽ ജീവിക്കുന്നതാണ്. പട്ടുവസ്ത്രത്തേക്കാൾ ചാക്കുവസ്ത്രം ധരിക്കുന്നതാണ് യേശു ക്രിസ്തുവിനോട് ഐക്യം. ആത്മീയ ജീവിതത്തിൽ യേശുവിനോട് ഒന്നാകാൻ നമുക്ക് എളുപ്പം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ചില സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ദൈവം നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റും. അത് കർത്താവ് എടുത്ത് മാറ്റുന്നതാണ്. അത് കിട്ടാൻ വേണ്ടി നീ ധ്യാന മന്ദിരങ്ങളുടെ അതിന് പുറകെ നടക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അത് കിട്ടാനുള്ള ശുശ്രൂഷയല്ല യേശു ക്രിസ്തു നടത്തിയ ശുശ്രൂഷ. യേശു ക്രിസ്തു വന്നിരിക്കുന്നത് വളരെ ക്ലിയറാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ടുണ്ട്. എന്ത് സമൃദ്ധിയാണ്? നോട്ട് മെറ്റീരിയൽ അബൻഡൻസ്, അബൻഡൻസ് ഇൻ ദ ഡിവൈൻ നേച്ചർ, ഡിവൈൻ ലവ്. ആ ദൈവിക ജീവനിലുള്ള സമൃദ്ധിയാണ്. അതാണ് ആത്മാവിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഭൗതിക സ്വർണവും ഈ ലോകത്തിലെ കാര്യങ്ങൾ. ആത്മാവിൻ്റെ സമ്പത്ത് പരിശുദ്ധിയാണ്, അത് പുണ്യമാണ്. അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദാരിദ്ര്യം. അതുകൊണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല, ഓക്കെ, ആ ദാരിദ്ര്യ അവസ്ഥ നമ്മൾ ഉൾക്കൊള്ളണം. ആത്മാവിന് മനസ്സിലാക്കണം, നമ്മൾ പഠിക്കണം. നമ്മൾക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസമുണ്ട്, ഡിഗ്രി മേടിക്കുക, ഈ ലോകത്തിൽ പഠിക്കണം എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ജോലി കിട്ടണമെന്ന് ആവശ്യമാണ്, നല്ലൊരു ജോലി കിട്ടുന്നത് ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നീ മനസ്സിലാക്കണം, ഈ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാനായിട്ട് ഞാൻ കാലിത്തൊഴുത്തിൽ പിറന്നേ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, ഈ ലോകത്തിലുള്ളതൊന്നും എനിക്ക് വേണ്ട എന്ന മനോഭാവത്തിൽ ഒരുവൻ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ഈ ആത്മീയ ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. തീർന്നില്ല. എന്നിട്ട് എന്ത് വേണം? എനിക്ക് ദൈവത്തെ വേണം. എനിക്കെല്ലാം എൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം നമുക്ക് തരും. ഇതിനാണ് ആത്മീയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ അവസ്ഥയിലെത്താതെ നമുക്ക് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലേ, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിൽ കടന്നു പോകുന്നതാണ്. അതുകൊണ്ട് ധനം എന്ന് പറയുന്ന സാധനം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നെ ശ്രമിക്കുന്ന ധനവാന്മാരായിട്ടുള്ള നല്ല പ്രാർത്ഥനക്കാരുണ്ട്. നമുക്ക് നിങ്ങൾ ദിവസവും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ നൊവേന ചെയ്യുന്നു, ജപമാല ചെയ്യുന്നു, നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നു, നിങ്ങൾ ദശാംശം കൊടുക്കുന്നു, പാപങ്ങളൊന്നും 10 കൽപ്പനകൾ പാലിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ കൃപയില്ല. എന്ത് ചെയ്യണം? സറേഫത്തിലെ വിധവയെ പോലെ കൊടുക്കാൻ തീരുമാനിക്കുക. ചില കെട്ടുകൾ അഴിച്ചേ പറ്റൂ. ഈ ദാരിദ്ര്യ അരൂപിയിലേക്ക് നമ്മൾ എത്താതെ നമ്മൾ യേശുക്രിസ്തുവുമായിട്ടൊന്നും ചേരാൻ പറ്റില്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാതെ നമ്മുടെ പാപം, നിയമത്തിൻ്റെ ബന്ധനത്തിൽ നമുക്ക് മോചനം, പാപത്തിൻ്റെ ശിക്ഷയിൽ നമുക്ക് മോചനമില്ല. അപ്പൊ ഈ ദാരിദ്ര്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. 2, സഹനം. സഹനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. അപരന് വേണ്ടി സഹിക്കുക, ബലിയായിത്തീരുക കുരിശിൽ. അവിടെ നമ്മൾ അനുരൂപരാകണം. ഈ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളും വേദനകളൊക്കെ ദൈവം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കണം, ദൈവകരങ്ങളിൽ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച് അത് നമ്മൾ യേശുവിൻ്റെ പീഡാസനങ്ങളോട് ചേർത്ത് വെക്കണം. അവിടെയാണ് യേശുവിനോട് നമ്മൾ ഐക്യപ്പെടുക. ഈ 2 മേഖലകളിൽ നമ്മൾ യേശുവിനോട് ഐക്യപ്പെടാതെ നമ്മൾ കുറെ ഊടായ്പ് പ്രാർത്ഥനകളും കുറെ കലാപരിപാടിയും നടത്തി ഇത് നടക്കാൻ നിൽക്കുക. നോ, ഇറ്റ് വോണ്ട് ഹാപ്പൻ.
പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയണത്. കുറുക്ക് വഴികൾ, ഇത്ര വിശ്വാസപ്രമാണം ചെല്ലുക, എത്രയും ചില മാതാവ് ചെല്ലുക, ഇത്ര കൊന്ത ചെല്ലുക, ഇത്ര കരുണക്കൊന്ത ചെല്ലുക, ഉടനെ മേളിൽ നിട്ടോന്ന് താഴത്തോട് ഇട്ട് തരിക, ആ പരിപാടിയല്ല. അത് ക്രൈസ്തവ ആധ്യാത്മികതയല്ല. എന്ന് വെച്ച് ഇതൊന്നും ചെല്ലണ്ടെന്നല്ല. വിശുദ്ധ പാതിരപ്പിയൊക്കെ 30 ജപമാലകൾ ചെല്ലുവാൻ ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരെണ്ണം പോലും അദ്ദേഹത്തിന് വേണ്ടി ചെല്ലാറില്ല. ഇറ്റ് ഈസ് ഓൾ ഫോർ ദ സാൽവേഷൻ ഓഫ് സോൾസ്. ചെല്ലണം, എത്ര വേണമെങ്കിലും ചെല്ലണം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി, നമുക്ക് ചില അനുഗ്രഹം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ജന്മം കല്യാണം അങ്ങനെ എടുക്കരുത്. നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ നീ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടണം. ഈ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ഏറ്റവും നിനക്ക് യോഗ്യതയുള്ള 2 കാര്യം നിന്റെ കയ്യിലുണ്ട് ഇപ്പം. ഒന്ന്, നിന്റെ സഹനങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ. ടേക്ക് ഇറ്റ് ഫ്രം ജീസസ്. സ്വീകരിക്കുക. ഇതിന് നമ്മളിത് പോട്ടെ എന്ന് പറഞ്ഞു ഇത് സ്വീകരിക്കാമല്ലോ. ഇതിന് പിറുപിറുപ്പ്, പരാതി, ഇതുണ്ടാക്കിയവരോട് ശാപം, ദേഷ്യം, കോപം ഇതെല്ലാം വെച്ച് നടക്കാണ്. ഇത് നീ സ്വീകരിച്ചേ പറ്റൂ. ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ലേ? ഈശോ ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു സെറ്റ് പടയാളികൾ 150 ഒരു ഗ്യാങ് ആയിട്ട് വരെ പിടിക്കാൻ വരികയാണ്. പത്രോസ് വാളെടുക്കുകയാണ്, വെട്ടാൻ പോവാണ്. വാളുറയിലിട്ടോ, ഇതെൻ്റെ അപ്പൻ അനുവദിച്ചതാണ്, സ്വീകരിക്കുക. ഒരു കള്ളനെ പോലെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അപമാനമുണ്ട്, നിന്ദനമുണ്ട്, പരിഹാസമുണ്ട്, എല്ലാ പ്രശ്നങ്ങളുണ്ട്. യെസ്, ഇറ്റ് ഈസ് ഹെവൻ ഹാസ് അലൗഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ പ്രിയ സഹോദരങ്ങളെ, ഈ സഹനങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ഇതിനാണ് നിനക്ക് എന്ത് വേണ്ടത്? വിശ്വാസം. ദൈവം അനുവദിച്ചത് എന്തിനാണ്? യേശുവിനോട് ഐക്യപ്പെടുവാൻ. അങ്ങനെ നമ്മൾ ഈ സഹനങ്ങൾ, ഇവിടെയാണ് നമ്മളുടെ കെട്ടുകളും അഹങ്കാരങ്ങളും, സ്വാർത്ഥത, അസൂയ, ദ്രവ്യാസക്തി, ജഡികാസക്തി, ഈ ലോകത്തിലുള്ള മോഹങ്ങളൊക്കെ പോകാനായിട്ട് ഈ ശരീരത്തിൽ ചില വേദനകളും ദുഃഖങ്ങളും ആവശ്യമാണ്. ഉടനെ നമ്മൾ ഓടുകയാണ് ഇത് മാറാൻ വേണ്ടിയിട്ട്. ഇല്ല, അങ്ങനെ ഓടി മാറില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും ചിലതൊക്കെ മാറും, എല്ലാം മാറത്തില്ല. ഇത് മാറെങ്കിലും ഒരു സ്ഥലമുണ്ട്. നീ വേദനകളെ ദുഃഖങ്ങളെ എടുത്ത് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെക്കണം സ്നേഹത്തിൽ. എന്നിട്ട് എന്ത് വേണം? ഇത് സമ്മാനിച്ച ചില ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. 2, ഈ സഹനങ്ങൾക്ക് വലിയ മൂല്യങ്ങളുണ്ട്, അതിഭയങ്കരമായ മൂല്യമുണ്ട്. ലോകത്തിൽ സഹനത്തിൻ്റെ അത്രയും വാല്യുബിൾ ആയിട്ടൊരു സാധനം ലോകത്തില്ല. നിന്റെ അടുക്ക് ജോലി പോയതോ, നിന്റെ പരീക്ഷ തോറ്റതോ, നിന്റെ കടങ്ങൾ വീണതോ, നിന്റെ കുടുംബത്തിൽ ബിസിനസ് പൊളിഞ്ഞു പോയതോ, നിന്റെ സ്വർണം നഷ്ടപ്പെട്ടു പോയതോ, ഇതൊന്നുമല്ല നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം കഴിഞ്ഞ കാലങ്ങളിൽ നിനക്കുണ്ടായ സഹനങ്ങളെ നീ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. അത് മുത്തുകളാണ്. ഈ മുത്തുകൾ പെറുക്കിയെടുക്കണം. എടുത്തിട്ട് യേശുവിൻ്റെ പീഡാസനോട് ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ഈ ലോകത്തിലെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, കാഴ്ചവെക്കണം, സമർപ്പിക്കണം. അങ്ങനെ ആ കുരിശിനോട് ചേർത്ത് വെച്ച് സമർപ്പിക്കുമ്പോൾ അവൻ്റെ തിരുമുറിവുകളിൽ നിനക്കുള്ള സൗഖ്യമുണ്ട്. അങ്ങനെ നമ്മൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ വിമോചനം കിട്ടും. 2 രീതിയിലുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഐക്യത്തിലേക്ക് വന്നേ പറ്റൂ. അപ്പൊ ഇന്നെന്ത് ഐക്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കുള്ള സമ്പത്ത് നമ്മൾ കൊടുത്തേ പറ്റൂ. There are so many people in this world. They need your help. എപ്പോഴും ഒരിക്കൽ കൂടി പറയാണ്, നമ്മുടെ ചാരിറ്റി only on the basis of eternal salvation. ആത്മരക്ഷ, ആത്മാവിൻ്റെ മൂല്യം മനസ്സിലാക്കി വേണം ഒരുവനെ സഹായിക്കാൻ. ആത്മാവിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവന് സഹായിക്കേണ്ട കാര്യമില്ല. നിന്റെ ആത്മരക്ഷ, എനിക്കറിയാം നിനക്ക് രോഗമുണ്ട്, ദുരിതമുണ്ട്, കഷ്ടപ്പാടുണ്ട്, പട്ടിണിയുണ്ട്, വീടില്ല, ഭവനില്ല, ഒക്കെ കർത്താവ് തരും, അല്ലെങ്കിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആദ്യം അവിടുത്തെ രാജ്യവും നീതി, ഇതാണ് സ്വർഗം പറയുന്നത്. പിന്നെ നമ്മളെന്തിനത് പറയാതെ പിന്നെ ബാക്കിയുള്ള സാധനം കൊടുക്കണം എന്തിനാണ്? നോ, യേശു ക്രിസ്തു വന്നിട്ട് പറയാണ്, നിങ്ങൾ ആദ്യം നമ്മളോട് പറയാം, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആകുലപ്പെട്ട്, എന്ത് ജോലി ചെയ്യും, എവിടെ ജീവിക്കും, ആര് കല്യാണം കഴിക്കാൻ ആകുലപ്പെട്ട് അതൊക്കെ നമ്മളൊക്കെയാണ്. നമുക്ക് കുറേ പ്രശ്നങ്ങളില്ലേ? ഉടനെ യേശു ക്രിസ്തു വന്നിട്ട് പറയണം, ഓക്കെ ഒക്കെ തന്നേക്കാം, നിങ്ങൾ എല്ലാ ദിവസം പള്ളിയിൽ പോകുന്ന പറയണേ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസം ജപമാലയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പുണ്യപ്രവർത്തിച്ചില്ലോ എന്ന് പറഞ്ഞിട്ടാണ്. അല്ല, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കണം. നിന്റെ ആത്മരക്ഷ നീ ഉറപ്പാക്കണം. നിന്റെ സഹോദരന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ പരിശ്രമിക്കാൻ തയ്യാറാവണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പം നമ്മളുടെയും ചാരിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിസിൽ മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് വാട്ട് ഈസ് ക്രിസ്ത്യൻ ചാരിറ്റി ഈസ് ഓൾ അബൌട്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കെട്ടുകൾ അഴിയുന്നത്. ആണ് നമ്മൾ കാലിത്തൊഴുത്തിലെ ദാരിദ്ര്യത്തെ നമ്മളും ദാരിദ്ര്യ അവസ്ഥയിലേക്ക് വരണം. ഈ സാധനം എല്ലാം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനോട് ഒന്ന് ചേരാൻ പറ്റത്തില്ല. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാത്തതാണ് നമ്മുടെ പ്രശ്നം. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിന് ശിക്ഷാവിധിയില്ല.
യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാതെ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ കൃപയുണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. കർത്താവ് വാഗ്ദാനം ചെയ്ത ഈ ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ലെറ്റ് ഗോ. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കാലിത്തൊഴുത്തിൽ പിറക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ ബോധപൂർവം വരണം. അത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന, പുണ്യപൂർണ്ണതയിൽ വളരാൻ പരിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് യു ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് ദിസ് അറ്റാച്ച്മെന്റ്. ഈ ബന്ധനത്തിൽ നമ്മൾ അഴിക്കണം. നിന്റെ കുടുംബത്തിൽ വലിയ കെട്ടുകൾ അഴിയും. കൊടുക്കാൻ തയ്യാറാകുക. വാരി വിതറി കൊടുക്കാൻ തയ്യാറാണ്. ലാവിഷായിട്ട് കൊടുക്കാൻ തയ്യാറാണ്. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് ലാവിഷായിട്ട് കൃപകൾ നമ്മുടെ മേൽ ചൊരിയാൻ തയ്യാറുള്ളവനാണ്. തിരിച്ചു വരുന്ന ധൂർത്തപുത്രനെ മാറോട് ചേർത്ത് പിടിച്ച് അവിടെ വാരി വിതറി കൃപ കൊടുക്കണം. അവൻ്റെ ജീവിതം വീണ്ടെടുക്കപ്പെടുകയാണ്. ഈ കൃപയാണ് നമുക്ക് വേണ്ടത്. ഈ കൃപ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ വാരി വിതറി കൊടുക്കണം. നീ കൊടുക്കുന്ന അളവാണ് നിനക്ക് ലഭിക്കുന്ന അളവ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, ബന്ധനമുണ്ട്. അത് അഴിയണമെന്നുണ്ടെങ്കിൽ എത്ര കൊടുത്താൽ പോരാ, അതിന് സമാനമായ അളവിൽ നമ്മൾ കൊടുക്കണം. ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കണം. വാരി എറിഞ്ഞു കൊടുക്കണം. എറിഞ്ഞു പഠിക്കണം. എറിഞ്ഞു പഠിച്ചേ പറ്റൂ. അങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നവനാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. എന്തിനാ എറിയുന്നത്? ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, സഹോദരന്റെ ആത്മാവിനുള്ള സ്നേഹത്തെ പ്രതി, നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇത് സഹായകമാണ്, ഇത് ആവശ്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് വേറൊരു ആവശ്യം കൂടിയുണ്ട്. ഇത് സമ്പത്തുള്ളവരുടെ കാര്യം. ഇനി ദരിദ്രരായിട്ടുള്ള മനുഷ്യർ, നമ്മുടെ ഇടയിൽ ഈ ഞെരുക്കമുള്ള ആൾക്കാരുണ്ട്, ഇല്ല? നമ്മൾ ഈ ഞെരുക്കം പിടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ പട്ടിണിയും ദാരിദ്ര്യമായിട്ട് കിടക്കുന്ന കാര്യം എന്താ? ഈ ദാരിദ്ര്യ അവസ്ഥയെ നമ്മൾ സ്വീകരിക്കണം. ഇത് നീ മനസ്സിലാക്കണം. നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് യേശുവിനോട് ഒന്ന് ചേരാനായിട്ട് ഈ അവസ്ഥ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ദാരിദ്ര്യത്തെ ഒരു കുറവായി മാത്രം കാണുന്നതിന് ഈ വിശുദ്ധിയിലേക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് പണമില്ല, എന്നെ ആരും സഹായിക്കാനില്ല. വലിയൊരു ശതമാനം പാവപ്പെട്ട ഒരു അവസ്ഥ ഇതാണ്. എന്നെ ആരും സഹായിക്കാനില്ല, എനിക്ക് പണമില്ല, അയ്യോ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഈ ദാരിദ്ര്യ അവസ്ഥ ഒരു കുറവാണ് അവരെ സംബന്ധിച്ച്. എന്നാൽ നീ മനസ്സിലാക്കണം, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ഈ ദാരിദ്ര്യം നിനക്ക് വലിയൊരു പുണ്യമാണ്. അപ്പോൾ ഇതൊരു കുറവായിട്ട് മനസ്സിലാക്കരുത്. ഇത് അപമാനമാണ്, നിന്ദനമാണ്, പരിഹാസമാണെന്ന് പറഞ്ഞത് എങ്ങനെ നിനക്ക് യേശു ക്രിസ്തുവോട് ഐക്യപ്പെടാൻ പറ്റും? അപ്പൊ യേശു കാലിത്തൊഴുത്തിൽ പറഞ്ഞ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് കാലിത്തൊഴുത്ത് അവർക്കൊരു കുറവല്ലായിരുന്നു. അവർക്കത് മനസ്സിലായിരുന്നു. അതവർക്കൊരു നിറവായിരുന്നു. ദാരിദ്ര്യം ഒരു കുറവല്ല, ദാരിദ്ര്യം ഒരു ആത്മീയ നിറവാണ്. അപ്പൊ ഈ സത്യം മനസ്സിലാക്കിയാലേ ദാരിദ്ര്യത്തിൽ കിടക്കുന്നത് നിനക്ക് ദാരിദ്ര്യം, പണമില്ലാത്തുള്ളതിൻ്റെ ഒരു വലിയൊരു വേദനയാണ്, നിനക്ക് വലിയൊരു അപമാനമാണ്, നിനക്കൊരു നിന്ദനയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരെ നോക്കി അസൂയപ്പെട്ട് കിടക്കുന്ന അവസ്ഥ, അതൊരു ബന്ധനമാണ്. അങ്ങനെ ആകരുത്. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. അതൊരു ദാരിദ്ര്യം ഒരു വിളിയായി കരുതുമ്പോൾ വ്യക്തിത്വത്തെ ആത്മീയമായി നമ്മൾ കരുത്തുറ്റതാക്കി മാറ്റുകയാണ്. അപ്പോൾ ദാരിദ്ര്യത്തെ കുറവായി മാത്രം കാണുന്നവന് പുണ്യപൂർണ്ണതയിലേക്ക് ഉയരാൻ കഴിയില്ല. അതൊരു വിളിയാണ്, ഒരു ക്രൈസ്തവന്റെ വിളിയാണ്. നമ്മൾ ഈ കാലിത്തൊഴുത്തിൽ പിറന്ന് കടന്നു പോകണം. ആ അവസ്ഥയിലേക്ക് എത്തണം. അവിടെയാണ് പ്രിയമുള്ളവരെ നീ യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടും. അവിടെയാണ് നിന്റെ കെട്ടുകൾ അഴിയുക, അവിടെ നിന്റെ കുടുംബത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നത്. അവൻ അഴിച്ചിരിക്കും. അതുകൊണ്ട് ഈ ബന്ധനത്തിൽ നമ്മൾ മോചിതരാകണം. അതുകൊണ്ട് കൊടുത്തു തുടങ്ങുക. ദശാംശം കൊടുത്തിട്ടൊന്നും നിങ്ങളുടെ കുടുംബത്തിലെ കെട്ടുകൾ അഴിയില്ല. നമ്മൾക്ക് ഉള്ളതിൻ്റെ പകുതി 50% ഇതാണ് അടിസ്ഥാന ബന്ധം. നമ്മുടെ ആവശ്യം 50% നമ്മുടെ ആവശ്യം. നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒരു കുഴപ്പം, നിൻ്റെ ആവശ്യം എത്ര വലുതാണെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. ഇവിടെയാണ് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. മക്കതോനിയ സഭക്കാരുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നില്ലേ? അവരെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? എന്താ പറയണത്? മക്കതോനിയ സഭയിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. വലിയ ഞെരുക്കത്തിൽ നിൽക്കുമ്പോഴും മക്കതോനിയക്കാര് ആരി വിതറി കൊടുക്കുകയാണ്. പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക് വേണ്ടി, വിശുദ്ധരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവര് ഔദാര്യത്തോടെ കൊടുത്തു. അപ്പോൾ പൗലോസ് ശ്ലീഹ തന്നെ പറയാം, അവിടെ വലിയ കൃപ ഒഴുകാണ്. കൊടുത്ത് ശീലിക്കുക. 2025 ദിസ് ഇസ് ദ ജൂബിലി ഇയർ. സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂബിലി ഇയർ റിസ്റ്റോറേഷൻ നടക്കും. അതുകൊണ്ട് ഈ കെട്ടഴിക്കാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും. ആകയാൽ യേശു ക്രിസ്തുവോട് ഐക്യപ്പെടണം. അതുകൊണ്ട് കാലിത്തൊഴുത്തിൽ നമ്മൾ പിറന്നേ പറ്റൂ.
കാലിത്തൊഴുത്തിലും പിറക്കണം, കുരിശിലും നമ്മൾ കയറണം. ഈ രണ്ട് അവസ്ഥയിലെത്താതെ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഈ രണ്ടവസ്ഥയുണ്ടോ, നീ സഹിക്കുന്നൊരാത്മാവാണോ, നീ ദുരിതത്തിൽ കിടക്കുന്ന, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. നമുക്ക് ആ ഭാഗ്യത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. രണ്ട്, നിന്നിൽ ദാരിദ്ര്യ അവസ്ഥയുണ്ടോ, നീ ഭാഗ്യവാനാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വ്യക്തികൾ ആ ദാരിദ്ര്യത്തെ നിങ്ങളുടെ വിശുദ്ധീകരണത്തിനായിട്ട് സ്വീകരിക്കണം. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ല വേറെ ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ ആ ദാരിദ്ര്യ അവസ്ഥയെ സ്വീകരിക്കുക, ദൈവകരം നന്ദി പറഞ്ഞ് സ്വീകരിച്ച് അത് നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. എൻ്റെ വിശുദ്ധീകരണം, എനിക്കിതിനോട് ഭയങ്കര ആർത്തിയാണ്, എനിക്കിതില്ലാത്ത ഭയങ്കര അപമാനമാണ്, ഇത് ഭയങ്കര ദുഃഖമാണ്. എന്തിനാ ദുഃഖപ്പെടുന്നത്? യേശുക്രിസ്തുവിന് ദുഃഖം ഉണ്ടായിരുന്നു ഇല്ല? കാൽവരി മലയിൽ പരമദരിദ്രനായി, വസ്ത്രമില്ല, ആഹാരമില്ല, വീടില്ലാതെ അവൻ പരിപൂർണ്ണ ദരിദ്രനായി തീരുകയാണ്. വിഷമമുണ്ടായിരുന്നു. നഗ്നനായി കിടക്കും, എനിക്ക് വിഷമമുണ്ട്. അയ്യോ മറിയമേ, അമ്മയെ രക്ഷിക്കണേ, ഒന്ന് ആരെ കൊണ്ടൊരു തുണിച്ച് മറക്കണേ. അവനതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവൻ ഈ ലോകത്തിലെ ഒന്നും അവനെ ബാധിക്കുന്നില്ല. ഹി ബിലോങ്സ് ടു ഹെവൻ. എൻ്റെ രാജ്യം ഐശ്ചികമാണ്, അത് ഈ രാജ്യത്തിൻ്റെതല്ല. ഞാൻ വേറൊരു രാജ്യത്തിന് വേണ്ടി വേറെ രാജ്യത്ത് വന്നവനാണ്. അപ്പം എൻ്റെ രാജ്യം ആത്മീയ രാജ്യമാണ്. ഇതിലേക്ക് നമ്മൾ വളർന്നേ പറ്റൂ. ഈ കുറവുകളൊക്കെ ഇന്ന് നമുക്ക് വലിയ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ അതിൻ്റെ നീ ആ പുണ്യത്തെ സ്വീകരിക്കണം. ആ ദാരിദ്ര്യം എന്ന പുണ്യത്തെ സ്വീകരിക്കണം. അതിൻ്റെ വിശുദ്ധീകരണത്തിനാണ് സ്വീകരിക്കുക. ഇനി സമ്പത്തുള്ളവൻ എന്ത് ചെയ്യണം? നിന്റെ സമ്പത്ത് കൊടുത്ത് നിന്നെ വിശുദ്ധീകരിക്കണം. അങ്ങനെ വിശുദ്ധീകരിക്കാൻ പറ്റും. സമ്പത്ത് പൂട്ടി വെച്ചിട്ട് വിശുദ്ധീകരണം. സക്കേവൂസിന്റെ വീട്ടിൽ വിശുദ്ധീകരണം കടന്നു വന്നത് എങ്ങനെയാ? യേശു ക്രിസ്തു വിശ്വസിച്ച് പറഞ്ഞ് ഉടനെ നമ്മൾ വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാൽ ഉടനെ രക്ഷപ്പെടും? ഇല്ല, നിന്റെ സമ്പത്ത് കൊടുത്തേ പറ്റൂ. ഓക്കെ, എനിക്കുള്ളതിൻ്റെ പകുതി ഞാൻ ദരിദ്രരായിട്ട് പങ്കുവെക്കുന്നു. 50% വന്ന് പഠിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ഗിവിങ്. ബുദ്ധിമുട്ടാണ്, പക്ഷേ കൃപ വേണോ? ഈ ഒരു വർഷം അനുഗ്രഹിക്കപ്പെടണോ? യു ഹാവ് ടു ഡു ഇറ്റ്. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.